കുഞ്ഞാലിക്കുട്ടി സാഹിബ് നേരെ അപ്പുറത്തിരിക്കുന്നുണ്ട്. മദ്യനിരോധനമായിരുന്നു കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തൊക്കെ പ്രതിപക്ഷം പറഞ്ഞിരുന്നത്. ഇപ്പോ വീര്യം കുറഞ്ഞ മദ്യം ഹലാലായോ എന്നുള്ളൊരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അദാനി മോദി നെക്സസിനെ കുറിച്ച് ഏറ്റവും ശക്തമായി പറയുകയും എന്നെ അയോഗ്യനാക്കിയത് അദാനിക്കെതിരെ സംസാരിക്കാതിരിക്കാനാണ് എന്ന് പറഞ്ഞതും രാഹുൽ ഗാന്ധിയാണ്. ആ രാഹുൽ ഗാന്ധി എതിർത്ത, അതിന്റെ പേരിൽ അയോഗ്യനാക്കപ്പെട്ടു എന്ന് പറഞ്ഞ ആ അദാനിയുടെ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കേരളത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ നേതാവായിരുന്ന ഇന്ന് മുഖ്യമന്ത്രിയായ ശ്രീ വി ഡി സതീശൻ എങ്ങനെ പോയി എന്ന് അറിയണ്ടേ? അതുകൊണ്ടാണ് വി എം സുധീരനും കെ സി വേണുഗോപാലും അടക്കമുള്ളവർ ഇതിൽ സംശയം പറയുന്നത്. ഞങ്ങൾക്ക് മാത്രമല്ല സംശയം. ബഡ്ജറ്റ് രേഖയിൽ പറയുന്നു സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് എന്നാണ് പറയുന്നത്. പിന്നീട് മുഖ്യമന്ത്രി ഇവിടെ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു പ്രീമിയം അടക്കേണ്ടി വരും. വളരെ പാവപ്പെട്ടവരായ ആളുകൾക്ക് പ്രീമിയം വേണ്ട, ബാക്കിയുള്ളവർക്ക് പ്രീമിയം അടക്കേണ്ടി വരും. ബാക്കിയുള്ളവർ, പണമുള്ളവർ ഇപ്പോൾ തന്നെ ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയം അടച്ചു വാങ്ങുന്നുണ്ട്. എന്തിനാണ് അവരെ കമ്പൽസറി ആക്കിയിട്ട് സർക്കാർ ഒരു കമ്പനിയെ കൊണ്ടുവന്ന് കേരളത്തിലെ മുഴുവൻ ആളുകളെ കൊണ്ടും പ്രീമിയം അടക്കണം എന്ന് പറയുന്നത്? ഏത് കമ്പനിക്ക് വേണ്ടിയാണ് എന്നവിടെ വെളിപ്പെടുത്തണം. ഇന്ന് 1 ലക്ഷം രൂപയുള്ളത് ചിലപ്പോ 10 ലക്ഷമായി ആ ഇൻഷുറൻസ് അടിച്ചു മാറ്റാൻ പ്രൈവറ്റ് ആശുപത്രികൾ നോക്കിയാൽ, നാളെ ഇൻഷുറൻസ് ഇല്ലാതെ ഒരാൾ ആശുപത്രിയിൽ ചെന്നാൽ ആ ചികിത്സക്ക് ചെലവ് കൂടിയാൽ, വിദേശ രാജ്യങ്ങളിലെ പോലെ ഇൻഷുറൻസിന് വേണ്ടി കാലങ്ങളോളം കാത്തിരുന്ന് ചികിത്സ നേടേണ്ട സാഹചര്യം വന്നാൽ ആരാണ് ഉത്തരം പറയുക? അതിനുള്ള കൃത്യമായ ഗൈഡ് ലൈൻ ഉണ്ടോ? ഉണ്ടാക്കേണ്ടതുണ്ട്. വെറും 10 കോടി മാത്രമാണ് അതിനനുവദിച്ചിട്ടുള്ളത്. എന്നാൽ അദാനിയുടെ ഈ മേഖലകൾ, ബ്ലൂ ഇക്കോണമി അടക്കമുള്ള മേഖലകളിലേക്ക് 1500 കോടിയിലധികം വരുന്ന തുകയുടെ മാറ്റമുണ്ട്. സാധാരണക്കാരന് ക്യാൻസർ അടക്കമുള്ള